ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി ഒരുപാട് ഇഷ്ടം തോന്നി. 2 വർഷത്തിന് ശേഷം വീണ്ടും അതേ സ്ഥലത്ത് ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് പോയാൽ എങ്ങനെയിരിക്കും? അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അവിടെ ചെന്നപ്പോൾ തന്നെ റോഡ് ഫുൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു ചേട്ടനും ചേച്ചിയും പുല്ല് ചെത്തി പടുതയ്ക്കകത്ത് ഇങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എനിക്കും തോന്നി അവരെ ഒന്ന് സഹായിക്കാമെന്ന്. പിന്നെ നോക്കിയപ്പോൾ ദൂരേന്ന് പശുക്കൾ ഇങ്ങനെ വെള്ളത്തിൽ വരുന്നുണ്ടായിരുന്നു. എൻ്റെ ആക്രാന്തത്തിന് ആ പശുക്കുട്ടീനെ ഒന്ന് തൊടാൻ നോക്കി. അതാണെങ്കിൽ ചവിട്ടി തുള്ളി അതങ്ങോട്ട് പോയി. തള്ളപ്പശു കുത്താത്തത് ഭാഗ്യം. പണ്ടൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ വെള്ളം പൊങ്ങുന്ന സമയമാകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് സ്ട്രിക്റ്റായിട്ട് പറയുമായിരുന്നു, വെള്ളത്തിൻ്റെ സൈഡിൽ പോവരുത്, അവിടെ നന്നായിട്ട് വെള്ളം കയറി കിടക്കുവാണ്, പോയാൽ നല്ല തല്ല് കിട്ടുമെന്ന്. എന്നിട്ട് ഞാൻ എത്രയോ വട്ടം ഉണ്ടല്ലോ അമ്മയുടെ കണ്ണും വെട്ടിച്ചിട്ട് വെള്ളത്തിനൊക്കെ പോയിട്ടുണ്ടെന്നറിയാം. പണ്ടൊരു വട്ടം ഉണ്ടല്ലോ ഇതേമാതിരി വെള്ളം മുങ്ങിയപ്പോൾ ഞങ്ങൾ കുഞ്ഞി മീനുകളെ പിടിക്കാൻ വേണ്ടി പോയി. അന്ന് കയ്യിൽ വലയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് ഷോൾ വെച്ചിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തത്. ആ സമയത്താണ് ഒരു കൊളയട്ട എന്നെ കടിച്ചത്. എൻ്റെ ദൈവമേ, ഞാൻ കാറിക്കൊണ്ട് പേടിച്ച് ഓടിപ്പോയത് എനിക്ക് ഇപ്പോഴും ഓർമ്മ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ. അങ്ങനെ കുറേ നേരം അവിടെ കളിച്ച് അവിടുന്ന് കുറച്ച് ആമ്പലിൻ്റെ ചെടിയും പറിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. എൻ്റെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട്, സ്റ്റാറ്റസിലും അല്ലാതെയൊക്കെ. പക്ഷേ ആരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.